നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് സദ്ഗുരു മാതാമൃതാനന്ദമയി ദേവിയുടെ സന്യാസി ശിഷ്യരിൽ പ്രമുഖനും മാതാമൃതാനന്ദമയി മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ സംപൂജ്യ പൂർണ്ണാമൃതാനന്ദപുരി സ്വാമികളാണ്. സ്വാമിജിക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം. സ്വാമിജി, നമ്മൾ പലപ്പോഴും ഭാരതത്തിൻ്റെ ഒരു ഋഷീശ്വരന്മാരുടെ അറിവിൻ്റെ പ്രത്യേകത അത് ജീവിതത്തോട് ഏറ്റവും ബന്ധപ്പെട്ട അറിവായിരുന്നു, ജീവിതത്തിന് കരുത്താകുന്ന അറിവായിരുന്നു. എങ്ങനെയാണ് സ്വാമിജി ഋഷിമാർ പുതിയ തലമുറയിലേക്ക് ഈ അറിവെത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ ജ്ഞാനത്തെ നമുക്ക് പകർന്നു തന്ന ഒരു പദ്ധതി എങ്ങനെയായിരുന്നു? ഓം അമൃതേശ്വരിയെ നമഃ. അതിപുരാതന കാലം മുതൽക്ക് തന്നെ ആത്മാനന്ദ നിമഗ്നരായ ഋഷീശ്വരന്മാരുടെ തേജപ്രസരത്താൽ പുളകിതമാർന്ന നാടാണ് നമ്മുടെ ഭാരതഭൂമി. അവർ അനുഭവിച്ച സത്യത്തെ അവർ വേദശാസ്ത്രങ്ങളിലൂടെ, ഉപനിഷത്തുകളിലൂടെ, ഇതിഹാസങ്ങളിലൂടെ, പുരാണ കഥകളിലൂടെ ലോകത്തിന് പകർന്നു നൽകി. അവർ പറഞ്ഞു, ഈശാവാസ്യമിതം സർവം, ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്നു. ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും വസിക്കുന്നു. അമ്മയോട് ഈശ്വരൻ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോഴും അമ്മ പറയാറുള്ള മറുപടി അതാണ്, ഈശ്വരനല്ലാതെ എന്താണുള്ളത്? ഈ ദൃശ്യപ്രപഞ്ചം ഈശ്വരൻ്റെ സ്ഥൂല രൂപമാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു. ഈ പ്രപഞ്ചം ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ പ്രപഞ്ചം ഈശ്വരൻ ഈ പ്രപഞ്ചമായി മാറി എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. സ്രഷ്ടാവ് സൃഷ്ടിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ചിത്രകാരൻ ചിത്രത്തിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു. ഒരു ദീപത്തിൽ നിന്നും മറ്റനേകായിരം ദീപങ്ങൾ കൊളുത്തിയാലും ആദ്യത്തെ ദീപത്തിൽ അല്പം പോലും കുറവുണ്ടാവുന്നില്ല. മറ്റനേകായിരം ദീപങ്ങളും ആദ്യത്തെ ദീപത്തെ പോലെ തന്നെ പൂർണ്ണമായി ശോഭിക്കുന്നു. ഇതുപോലെ ഈശ്വരനിൽ നിന്ന് ഉത്ഭവിച്ച ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും ഈശ്വരൻ പൂർണ്ണസ്വരൂപനായി കുടികൊള്ളുന്നു. ഒരിടത്തും കുറവുകളില്ല, എവിടെയും പരിപൂർണത മാത്രം. എവിടെയും പരിപൂർണത ദർശിച്ചവരെയാണ് നമ്മൾ മഹാത്മാക്കളെന്ന് പറയുന്നത്. പരിപൂർണതയെ ദർശിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെ മാത്രമേ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കുകയുള്ളൂ. പരിപൂർണനാകാനുള്ള അവസരമാണ് ഈ ജീവിതയാത്ര. ഈ ജീവിതത്തെ തീർത്ഥയാത്രയാക്കി മാറ്റണമെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത്. നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് നിസ്വാർത്ഥമായിട്ട് നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആധുനിക ശാസ്ത്രം പറയുന്നു ഈ പ്രപഞ്ചം ഊർജത്തിൻ്റെ പ്രവാഹം മൂലമാണ് എന്ന്. നമ്മുടെ ഋഷിമാർ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, ഈ പ്രപഞ്ചം നടരാജ നൃത്തം കൊണ്ടാണ്. നടരാജൻ്റെ നൃത്തം. അവർ കവികളായിരുന്നു, അതുകൊണ്ട് കാവ്യാത്മകമായി പറഞ്ഞു തരാൻ അവരെ കൊണ്ട് സാധിച്ചിരുന്നു. ഊർജപ്രവാഹം എന്ന് പറയുമ്പോൾ ഒരു രസമില്ല കേൾക്കാൻ. നൃത്തമെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഭംഗിയുണ്ട്. ചൈതന്യത്തിൻ്റെ നൃത്തം, ഈശ്വരൻ്റെ നൃത്തവേദിയാണ് ഈ പ്രപഞ്ചം. ഇവിടെ മുഴുവനും വിളങ്ങുന്നത് ഈശ്വര ചൈതന്യമാണെന്നറിയാൻ പരിശുദ്ധി ആവശ്യമാണ്. ഈ പരിശുദ്ധിയാണ് വേദങ്ങളിലും ഉപനിഷത്തുകളിലും കൂടി അവർ പകരാൻ ശ്രമിച്ചത്. ഈ പരിശുദ്ധി കിട്ടാനുള്ള മാർഗങ്ങൾ. ആധുനിക ശാസ്ത്രത്തിൻ്റെ മറ്റൊരു തിയറിയുണ്ട്. The whole universe with its millions of stars, thousands of galaxies, unimaginable expansiveness, everything can be consolidated into a tiny space smaller than a hydrogen atom.
അതായത് ഈ പ്രപഞ്ചം മുഴുവനും അതിൻ്റെ അനേക കോടി നക്ഷത്ര സമൂഹങ്ങളും എണ്ണമറ്റ ക്ഷീരപഥങ്ങളും അചിന്ത്യമായ അനന്തതയുമെല്ലാം ഒരു ഹൈഡ്രജൻ ആറ്റത്തിനേക്കാൾ ചെറിയ അംശത്തിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ. അതാണ് നമ്മുടെ ഋഷി പറഞ്ഞത്, അണോരണീയാൻ മഹതോ മഹീയാൻ, അണുവിലും അണുവ് ബൃഹത്തിലും ബൃഹത്ത്. അപ്പോൾ വലുതും ചെറുതുമൊക്കെ നമ്മുടെ സങ്കല്പം മാത്രമാണ്. അങ്ങനെ വലുതും ചെറുതും ഒന്നുമില്ല, അത് തോന്നൽ മാത്രമാണ്. ഭഗവാന്റെ വായിൽ യശോദ 14 ലോകങ്ങളും കണ്ടു. ഉണ്ണിക്കണ്ണൻ്റെ വായിൽ 14 ലോകങ്ങളും കണ്ടു അത്രേ. 14 ലോകങ്ങളും ഭഗവാന്റെ വായിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവനും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണുള്ളത്. പ്രൊജക്ഷനാണ് നമ്മൾ കാണുന്നത്. സിനിമാ തിയേറ്ററിൽ നമ്മൾ പ്രൊജക്ഷൻ കാണും, പല മൂവികൾ കാണും. സിനിമാ തിയേറ്ററിലെ സ്ക്രീനിന് ഭംഗിയില്ല. കളർ മൂവികൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇവിടെ അതേപോലെയാണെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്. സ്ക്രീനിനാണ് കൂടുതൽ ഭംഗി. ആ ഭംഗി അറിയാൻ സാധിക്കുന്നില്ല മനസ്സിൻ്റെ പ്രൊജക്ഷൻ കാരണം. ഓരോരുത്തരും ജീവിക്കുന്നത് അവരവരുടെ ലോകത്തിലാണ്, അവരവർ സൃഷ്ടിച്ച ലോകത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. നമുക്കിവിടെ വേണമെങ്കിൽ സ്വർഗം സൃഷ്ടിക്കാം, അല്ലെങ്കിൽ നരകതുല്യമായ അനുഭവങ്ങൾ സ്വീകരിക്കാം. അത് നമ്മുടെ ഫ്രീഡമാണ്. അപ്പോൾ നമ്മൾ സൃഷ്ടിക്കുന്ന ലോകം നമ്മുടെ മനസ്സിനനുസരിച്ച് നമ്മൾ അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവത്ഗീത പറയുന്നത്, ഈ സാഹചര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കേണ്ട. യുദ്ധക്കളം ഇവിടെ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ യുദ്ധക്കളത്തിലും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാനെ കാണിച്ചു തരുന്നു. ഈ പ്രതിബന്ധങ്ങളുടെ ഇടയിലെല്ലാം അത് ആസ്വദിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുന്നു. യുദ്ധക്കളത്തിലെ ടെൻഷനൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. കാരണം ഇതൊക്കെ ഒരു ലീലയാണെന്ന് അനുഭവിച്ചുകൊണ്ട് ആസ്വദിക്കുന്നു. ഒരു സിനിമയിലെ രംഗങ്ങൾ പോലെ ജീവിതത്തെ കാണാനുള്ള കഴിവ് ലഭിക്കുന്നു. അതായത് ഇതിനപ്പുറമുള്ള സത്യം അറിഞ്ഞ ആളിനെ ഇവിടുത്തെ കൊച്ചു പ്രശ്നങ്ങളൊന്നും ബാധിക്കില്ല. അതായത് നമ്മൾ ദിവസവും നമുക്ക് പല അനുഭവങ്ങളും ദ്വൈതാനുഭവങ്ങൾ ഉണ്ടാവുന്നു. ജനനമുണ്ട്, മരണമുണ്ട്, രാത്രിയുണ്ട്, പകലുണ്ട്, സുഖമുണ്ട്, ദുഃഖമുണ്ട്. ഇങ്ങനെ അനുഭവങ്ങളുടെ ഒരു പരമ്പരയാണ് ജീവിതം. പക്ഷേ മഹാത്മാക്കളുടെ അനുഭവം അങ്ങനെയല്ല. അതായത് ഈ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യോദയമുണ്ട്, സൂര്യാസ്തമനമുണ്ട്, ഋതുഭേദങ്ങൾ മാറി മറയുന്നുണ്ട്. പല അനുഭവങ്ങളും നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴുണ്ട്. പക്ഷേ ഒരു ശൂന്യാകാശ സഞ്ചാരി പറയും, സൂര്യോദയവുമില്ല, സൂര്യാസ്തമനവുമില്ല, എല്ലാം ഒരു തോന്നൽ മാത്രം. ഇവിടെ നമുക്ക് ഈ പരമസത്യത്തെ അറിഞ്ഞ ഋഷീശ്വരന്മാർ ശരീര മനോബുദ്ധിതയുടെ തലങ്ങൾക്കപ്പുറം നിന്നുകൊണ്ട് സത്യത്തെ ദർശിച്ചവർ പറയുന്നു, ജനനവുമില്ല, മരണവുമില്ല, സുഖവുമില്ല, ദുഃഖവുമില്ല, ആനന്ദം മാത്രം. ആനന്ദ സ്വരൂപന്മാരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഋഷിമാർ നമ്മളെ സംബോധന ചെയ്തത് അമൃതസ്യ പുത്രാഹ എന്നാണ്. അമൃതത്വത്തിൻ്റെ അരുമക്കിടാങ്ങളെ. അമ്മ നമ്മളെ വിളിക്കുന്നത് ഓങ്കാര ദിവ്യപ്പൊരുളെ. അതായത് പരമാത്മ ചൈതന്യത്തെ എവിടെയും ദർശിക്കുന്നവർക്ക് ഒരിടത്തും കുറവുകൾ കാണാൻ സാധിക്കില്ല. കുറവുകൾ കാണാൻ ശ്രമിക്കുന്നവർക്ക് കുറഞ്ഞു പോകും. അതുകൊണ്ട് നമ്മുടെ ഭാവന മാറ്റിയാൽ നമ്മുടെ ജീവിതം മാറി മറിയും. അതുകൊണ്ട് ആധ്യാത്മികതയും ഭൗതികതയും തമ്മിലുള്ള വ്യത്യാസം അത് മാത്രമാണ്.